അപ്പൊ കോൺഗ്രസ് നേതാവായ അച്ഛനും ഒരു BJP ചായ്വുള്ള മകനും തമ്മിൽ രാഷ്ട്രീയ സംഘടനകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പാർട്ടി അങ്ങനെ കോൺഗ്രസിലേക്ക് പോകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടി ഉറച്ചു നിൽക്കാനും ഇതിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനും ആശയപരമായി ഫൈറ്റിംഗ് നടത്താനും കൂടെ പ്രേരണയാണ് നമുക്ക് കിട്ടിയത്. കൃത്യമായ സാലറി കിട്ടുന്ന, അതും വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പ്രൊഫഷനിൽ നിലനിൽക്കുക എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ അത് റിസൈൻ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമില്ലേ, അതെങ്ങനെയാണ് ഉണ്ടായത്? പലരും ചോദിക്കും, ഇത്ര കൊല്ലം വർഷം സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഒരു മാസം ഒരു 80,000 ശമ്പളം, 80,000 രൂപ ഇത്ര ഒരു കൊല്ലം പെൻഷൻ 45,000 കിട്ടും. എൻ്റെ ഈ സാമ്പത്തിക നഷ്ടമല്ലേ. പക്ഷെ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ സഹപ്രവർത്തകന്മാരുടെ ജീവിതം അതിനേക്കാൾ വലുതാണ് എൻ്റെ സാലറിയും ശമ്പളവും. ഇതാണ് ഞാൻ. അവർ പറഞ്ഞു ഒരു മാസം ലീവ് എടുത്ത് തിരുവനന്തപുരത്ത് വരണം. അങ്ങനെ ഒരു മാസം ലീവ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് പോയതാണ്. പിന്നെ തിരിച്ച് സ്കൂളിലേക്ക് പോയിട്ടില്ല. പിന്നെ തിരുവനന്തപുരം കേന്ദ്രമായിട്ടാണ് 93 മുതൽ പ്രവർത്തിച്ചത്. കാട്ടാക്കടയിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് കാട്ടാക്കട ആ മണ്ഡലത്തിന് ആകെ കുറഞ്ഞ വോട്ടേ ഉണ്ടായിരുന്നു, ഒരു 10,000 വോട്ട്. ഞാനവിടെ സ്ഥിരമായിട്ട് ഒരു സ്ഥിര സന്ദർശകനായി. പിന്നെ 16-ന് വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ 16,800 വോട്ട് 39,000 വോട്ടായിട്ട് ഉയർന്നു.